കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ വൈറലായ ദൃശ്യമാണ് ഇത്. നമ്മുടെ മുഖ്യമന്ത്രിയാണ് പോകുന്നത്. വിരലിൽ എണ്ണാവുന്ന പോലീസുകാർ കൂടെയുണ്ട് എന്നതൊഴിച്ചാൽ നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എസ്കലേറ്ററിലൂടെ മറ്റു യാത്രക്കാർക്കൊപ്പം ഇറങ്ങിവരുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഈ വീഡിയോ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. സാധാരണക്കാരനെ പോലെ സാധാരണക്കാർക്കൊപ്പം നടന്നു നീങ്ങുന്ന സാധാരണക്കാരുടെ മുഖ്യമന്ത്രിയെ കേരളത്തിന് കിട്ടിയിരിക്കുന്നു എന്നാണ് ഈ വീഡിയോ ഷെയർ ചെയ്ത് പലരും പറഞ്ഞത്. കേരളത്തിന് നല്ലൊരു മുഖ്യമന്ത്രിയുണ്ട് എന്ന് തോന്നിപ്പോകുന്ന നിമിഷം. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടുശീലിച്ച ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രിയാകുകയാണ് വി.ഡി. സതീശൻ എന്ന VDS. പക്ഷേ അപ്പോഴും ഒന്നുണ്ട്, ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു പിണറായിയുടെ തുടക്കം. 10 വർഷം മുൻപ് പിണറായി വിജയൻ അധികാരമേൽക്കുന്ന സമയത്ത് ഒരു ചാനൽ അവതാരകൻ പറഞ്ഞത് ഇവിടെ ഓർമ്മ വരികയാണ്. ഇതാ സാധാരണക്കാരന്റെ മുഖ്യമന്ത്രി. തുടക്കത്തിൽ പിണറായി വിജയനെക്കുറിച്ച് ആ ചാനൽ അവതാരകൻ പറഞ്ഞത് ശരിയായിരുന്നു. സിഗ്നൽ തടസ്സപ്പെടുത്താതെ സിഗ്നലിൽ കാത്തുകിടക്കുന്ന പിണറായിയുടെ ചിത്രം അന്ന് വൈറലായതാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് കണ്ടത് മുഴുവൻ സാധാരണക്കാരെ അവഗണിക്കുന്ന പിണറായി വിജയനെയായിരുന്നു. 10ഓളം വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ സഞ്ചരിക്കുന്ന പിണറായി വിജയനെ കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടിട്ടില്ല. ഊരിപ്പിടിച്ച വാളുകൾക്കും കഠാരകൾക്കും ഇടയിലൂടെ നടന്നു എന്ന് വീമ്പ് പറയുന്ന പിണറായി വിജയന് പക്ഷേ 10 വാഹനങ്ങളും ഡസൻ കണക്കിന് അകമ്പടിക്കാരും ഇല്ലാതെ പുറത്തിറങ്ങാൻ ഭയമായിരുന്നു. വാളുകളെ ഭയക്കാത്ത പിണറായിക്ക് ജനങ്ങളെ ഭയമായിരുന്നു എന്ന് ജനം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലാതില്ല. ഇന്ന് ആ കാലം മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവം കൂടി ഓർത്തുപോകുകയാണ്. ദൂരദർശനിൽ ഞാൻ അവതാരകനായ ചർച്ചയിൽ കഴിഞ്ഞയാഴ്ച KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയെക്കുറിച്ചായിരുന്നു ചർച്ച. ആ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നവരിൽ ഒരാൾ ഒരു ബസ് ഉടമയായിരുന്നു. കോഴിക്കോട് അദ്ദേഹത്തിന് 4 ബസ്സുകളുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് സ്വകാര്യ ബസ് ഉടമകളുടെ പ്രതിസന്ധി അറിയിക്കാനാണ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയത്. അങ്ങനെയാണ് അദ്ദേഹത്തെ ദൂരദർശനിലെ ചർച്ചയ്ക്ക് വിളിച്ചതും. ആ ചർച്ചയ്ക്കിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമായിരുന്നു. താൻ ഇടത് അനുഭാവിയാണ്, പക്ഷേ ഇന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു മുഖ്യമന്ത്രിയുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന വിശ്വാസം ഇപ്പോഴുണ്ട്. കഴിഞ്ഞ 10 വർഷം അങ്ങനെയായിരുന്നില്ല. മുഖ്യമന്ത്രിയെ കാണാൻ പറ്റില്ലായിരുന്നു. പ്രശ്നങ്ങൾ ബോധിപ്പിക്കാൻ സെക്രട്ടേറിയറ്റിലേക്ക് കയറാൻ പോലും പല വാതിലുകൾ മുട്ടണമായിരുന്നു. ഇന്ന് അതല്ല സ്ഥിതി. സെക്രട്ടേറിയറ്റിലേക്ക് കയറിച്ചെല്ലാം, മുഖ്യമന്ത്രിയെ കാണാം. പ്രൈവറ്റ് ബസ് ഓണർമാരുടെ പ്രശ്നം പറഞ്ഞപ്പോൾ അദ്ദേഹം അത് കേട്ടു. ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് മതി. പ്രശ്നം പരിഹരിക്കുമോ ഇല്ലയോ എന്നതല്ല, ഞങ്ങളെ കേൾക്കാൻ ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അത് മതി. ആ ബസ് ഉടമയുടെ വാക്കുകളിലുണ്ട് ഇന്നാട്ടിലെ ബഹുഭൂരിപക്ഷത്തിന്റെയും സതീശനിലുള്ള പ്രതീക്ഷകൾ. ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെപ്പോലെ മറ്റൊരു ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ അതിനു മുകളിലോ ആണ് VDS. OC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട ഉമ്മൻചാണ്ടിക്കും VDS എന്ന വി.ഡി. സതീശനും ഇടയിലുള്ള ദൂരം കുറഞ്ഞു വരികയാണ്. വലിയ സുരക്ഷാ സംഘത്തിനും പിണിയാടുകൾക്കും ഒപ്പമല്ലാതെ സഞ്ചരിക്കാത്ത പിണറായിയിൽ നിന്നും ബഹുദൂരം മാറിയാണ് വി.ഡി. സതീശന്റെ സഞ്ചാരം. ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തിരക്ക് നിയന്ത്രിക്കുന്ന സതീഷിനെ നമ്മൾ ഞായറാഴ്ച സലീംകുമാറിന്റെ വീട്ടിൽ കണ്ടു. ഇന്നലെ സാധാരണ യാത്രക്കാർക്കൊപ്പം റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നുപോകുന്ന സതീഷിനെയും കണ്ടു. അപ്പോൾ സ്വാഭാവികമായും തോന്നിപ്പോകുന്ന സംശയം, ഇത്രയും കൂളായി ഒരു സുരക്ഷാ പ്രശ്നവുമില്ലാതെ സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് പൊതുജന മധ്യത്തിൽ അവരോടൊപ്പം ഇറങ്ങി നിൽക്കാമെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി ആരെയാണ് പേടിച്ചത്? എന്തിനാണ് ജനത്തെ ആട്ടിയോടിച്ചത്? പിണറായിക്ക് സഞ്ചരിക്കാൻ 10 അകമ്പടി വാഹനങ്ങൾ വേണ്ടിയിരുന്നിടത്ത് സതീശൻ വെറും പൈലറ്റ് അടക്കം 2 വാഹനങ്ങളുടെ അകമ്പടിയിലാണ് സഞ്ചരിക്കുന്നത്. അതുതന്നെയാണ് പിണറായി വിജയനും സതീശനും തമ്മിലുള്ള അന്തരത്തിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം. പിണറായിക്ക് പൗരപ്രമുഖർ മാത്രം മതിയായിരുന്നു. അവിടെയാണ് സാധാരണക്കാരനെ ചേർത്ത് നിർത്തി സതീശൻ വ്യത്യസ്തനാകുന്നത്. എന്തായാലും കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്ന സ്വീകാര്യത കുറേയും മഞ്ഞ ഓൺലൈൻകാർ കാരണം ഇല്ലാതാകരുത്. താങ്കൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങയുടെ കൂടെയുള്ളവർ കൊച്ചിയിലെ മഞ്ഞ ഓൺലൈനുകാരെയാണ് താങ്കളുടെ PR ചെയ്യാൻ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അവരാണ് താങ്കളുടെ പല വീഡിയോസും വൈറലാക്കുന്നത്. അവരെ ഇനി താങ്കൾ തഴയേണ്ട സമയമായി. ഇനി താങ്കൾക്ക് PR ആവശ്യമില്ല സാർ. നാട്ടുകാരുടെ ഈ നല്ല വാക്കുകൾ മാത്രം മതി.
സലീംകുമാറിന്റെ വീട്ടിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വെട്ടുകിളി കൂട്ടങ്ങളെ ഇനി 7 അയലത്ത് താങ്കൾ അടുപ്പിക്കരുത്. അത്തരം ഓൺലൈൻ സംഘത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന പോലീസ് മുന്നറിയിപ്പും നല്ലതാണ്. സതീഷിന്റെ ഇപ്പോഴത്തെ ശൈലിക്ക് കോൺഗ്രസുകാർ മാത്രമല്ല CPM BJP അണികൾ വരെ കൈയടിക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കനത്ത VIP സുരക്ഷാ വ്യൂഹങ്ങളെയും അഹങ്കാര ശൈലിയെയും രൂക്ഷമായി വിമർശിച്ച് പ്രശസ്ത സംവിധായകൻ മേജർ രവി തന്നെ രംഗത്തെത്തിയത് ഇതിനുദാഹരണമാണ്. മുൻ ഭരണാധികാരികളുടെ ജനവിരുദ്ധമായ പെരുമാറ്റമാണ് ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി നൽകിയത് എന്നും നിലവിലെ മുഖ്യമന്ത്രി VD സതീഷിന്റെ ലളിതവും ജനകീയവുമായ ശൈലിയെ ഭരണാധികാരികൾ മാതൃകയാക്കണം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അന്തരിച്ച നടൻ ഇന്നസെന്റിന്റെ ഭൗതിക ശരീരത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ പിണറായി വിജയൻ എത്തിയപ്പോഴുണ്ടായ അനാവശ്യ ആഡംബരങ്ങളും അടുത്തിടെ അന്തരിച്ച നടൻ സലീംകുമാറിന്റെ വസതിയിലേക്ക് മുഖ്യമന്ത്രി VD സതീശൻ കടന്നുവന്ന രീതിയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു മേജർ രവിയുടെ തുറന്നടിക്കൽ. പൊതുജനം വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റുന്നത് ജനങ്ങളെ സേവിക്കാനാണ് എന്നും അല്ലാതെ അഹങ്കാരം കാണിക്കാനല്ല എന്നും ഓർമ്മിപ്പിച്ച മേജർ രവി കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി നിലകൊള്ളുന്ന പുതിയ മുഖ്യമന്ത്രി VD സതീശന് തന്റെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തു. നടൻ ഇന്നസെന്റ് അന്തരിച്ച സമയത്ത് അന്ത്യോപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രി എത്തിയ രീതി നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. 50ഓളം വണ്ടികളും അത്രയും തന്നെ പോലീസും 10ഓളം ഫയർഫോഴ്സ് വാഹനങ്ങളും അകമ്പടിയായി ആ ചെറിയ ഇടവഴിയിലൂടെ കടന്നുപോയപ്പോൾ പ്രദേശവാസികൾ അനുഭവിച്ച ദുരിതം ചെറുതല്ല. ഇത്തരം പൊങ്ങച്ചങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കേണ്ടതില്ല. ഞാനൊരു മുഖ്യമന്ത്രിയാണ് എങ്കിൽ എനിക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ഇത്രയും വാഹനവ്യൂഹമൊക്കെ വേണമെന്നുണ്ട് എങ്കിൽ എന്നെ ആരോ കൊല്ലാൻ നടക്കുകയാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം? ജനങ്ങൾക്ക് എന്നെ വേണ്ട എന്നല്ലേ അതിൻ്റെ അർത്ഥം? എങ്കിൽ പിന്നെ ഞാൻ ആ സ്ഥാനത്ത് ഇരിക്കരുത്. സ്വന്തം സ്വഭാവം ഇത്രയും വൃത്തികെട്ടതായതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ജനങ്ങളെ വെറുപ്പിച്ചത്. ഇപ്പോഴെങ്കിലും അവരെ ആരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കണം അവർ തോറ്റിരിക്കുന്നു എന്ന്. പൊതുജനം വോട്ട് ചെയ്താണ് നിങ്ങളെ അധികാരത്തിൽ ഏറ്റിയത് എങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ സേവകനാണ് എന്ന കാര്യം എപ്പോഴും ഓർക്കണം. VD സതീശനൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ രീതിയിലുള്ള പെരുമാറ്റശൈലി എപ്പോഴും തുടരുകയാണ് വേണ്ടത്. അദ്ദേഹം കടന്നു ചെല്ലുന്ന വഴിക്ക് തന്നെ ഒരാൾ ഷോൾ അണിയിക്കാൻ ചെന്നു. ഉടനെ തന്നെ അത് മാറ്റിയിടാൻ പറഞ്ഞു. ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയല്ല പാർട്ടി സ്നേഹം കാണിക്കേണ്ടത്. അത്രയും വലിയ തിരക്കുള്ള സമയമായിരുന്നിട്ടും VD സതീശൻ അവിടെയെത്തി ജനങ്ങൾക്കിടയിലേക്ക് സ്വയം ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. ഇവിടെയാണ് 2 മുഖ്യമന്ത്രിമാരുടെ വ്യത്യാസം നമ്മൾ കാണുന്നത്. ഒന്ന് കാരണഭൂതൻ എന്ന് പറഞ്ഞ് പാട്ടും പാടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഇപ്പുറത്ത് ഒരു വണ്ടി മാത്രം എസ്കോട്ടുമായി ചെല്ലുന്ന മറ്റൊരു മുഖ്യമന്ത്രി. ഇവിടെയാണ് വ്യത്യാസം നമ്മൾ കാണേണ്ടത് എന്നാണ് മേജർ രവിയുടെ വാക്കുകൾ. നാടിനും ജനങ്ങൾക്കും കൊടുത്ത വാക്ക് പാലിക്കുക എന്നത് ഏതൊരു ഭരണാധികാരിയുടെയും കടമയാണ്. അത് കൃത്യമായി പിന്തുടർന്ന് പോരുന്നുമുണ്ട് VDSും ടീമും. ആശമാർക്ക് ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ച് തന്റെ വാഗ്ദാനത്തിലെ ആദ്യത്തേത് നടപ്പിലാക്കി കാണിച്ചുകൊണ്ടാണ് സതീഷിന്റെ തുടക്കം. പിന്നാലെ ഇപ്പോഴിതാ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അടുത്ത തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാൻ പോകുന്നു. തുടക്കത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സിലാണെങ്കിൽ പോലും സൗജന്യയാത്ര എന്ന വാഗ്ദാനം നടപ്പിലാക്കി. വൈകാതെ മറ്റ് KSRTC സർവീസുകളിലും സൗജന്യയാത്ര എന്ന വാഗ്ദാനം നടപ്പിലാക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിക്കാനിരിക്കുകയാണ്. അങ്ങനെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം ഓരോന്നായി സർക്കാർ നടപ്പിലാക്കും. ഇത് ജനങ്ങളുടെ സർക്കാരാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് VDS. മുഖ്യമന്ത്രി മാത്രമല്ല മറ്റു വകുപ്പുകളും ജനങ്ങൾക്കൊപ്പമാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ലഹരി മാഫിയക്കെതിരായ ദൗത്യം വമ്പൻ വിജയമാണ്. ഇക്കഴിഞ്ഞ 4 ദിവസം കൊണ്ട് 1000ഓളം അറസ്റ്റുകളാണ് തൂഫാന്റെ ഭാഗമായി നടന്നത്. ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കുന്നത് രമേശ് ചെന്നിത്തല ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പാണെങ്കിലും സർക്കാർ എന്ന നിലയിൽ VDSനും അതിൽ പങ്കുണ്ട്. മറ്റൊന്ന് ആരോഗ്യ വകുപ്പാണ്. കഴിഞ്ഞ സർക്കാരിന്റെ ആരോഗ്യമന്ത്രിയെപ്പോലെ സിസ്റ്റം തകരാർ എന്നു പറഞ്ഞ് സിസ്റ്റത്തെ പഴിച്ചിരിക്കുന്നതിന് പകരം തകരാറായ സിസ്റ്റത്തെ നന്നാക്കിയെടുക്കാൻ പണിയെടുക്കുന്ന ആരോഗ്യമന്ത്രിയാണ് K മുരളീധരൻ. അങ്ങനെ മുഖ്യമന്ത്രി ജനകീയനാകുമ്പോൾ മറ്റു മന്ത്രിമാർക്കും മാറിയിരിക്കാനാകില്ലല്ലോ. ജനകീയ സർക്കാരാകുകയാണ് VDS സർക്കാർ. മുൻപത്തെ 2 സർക്കാരുകളെ പോലെ പിണറായി വിജയന്റെ ആജ്ഞാനുവർത്തികളാകുകയല്ല ഇപ്പോഴത്തെ സർക്കാരിലെ മറ്റു മന്ത്രിമാർ. സിസ്റ്റം എന്താണ് എന്നും തകരാർ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവും ആർജവവും ഉള്ളവരാണ് VDS ടീമിലെ ഓരോ അംഗങ്ങളും.